നമസ്കാരം. ഈ ഇന്നലെ നബിദിനമായിരുന്നല്ലോ. നബിദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പൊതുവെ പറയുക സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതം എന്നാണല്ലോ പറയുന്നത്. പരിശുദ്ധ മതം. ഏറ്റവും വലിയ രസം, ഞാൻ ഇന്നേ വരെ എൻ്റെ വാക്കുകളെ കൊണ്ട് പരിശുദ്ധ ഹിന്ദു മതം ഞാൻ പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം പറയേണ്ട ആവശ്യം തിരിക്കുന്നു. ഈ ചൂടുള്ള തീയ് നാരെങ്കിലും പറയാറുണ്ടോ? ചൂടുള്ള തീയ്. നമ്മളെ കടയിൽ പോയിട്ട് ഒരു ഐസ് ക്യൂബ് വേണം, തണുപ്പുള്ളത് വേണം കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ടോ? ഐസ് തണുപ്പുള്ളതാണ്, അഗ്നി ചൂടുള്ളതാണ്. മതം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങളെ മതത്തിലുള്ളൂ. പക്ഷേ ഇതിവർക്ക് ഇടയ്ക്കിടയ്ക്ക് പേർത്തും പറയണം. അവർക്ക് സംശയമാണ്. കാരണം 1500 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയാണല്ലോ വാളും ഉപയോഗിച്ചിട്ട് വെട്ടലും വീഴ്ത്തലും അടിയും തല്ലും യുദ്ധക്കഥകൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് പറയാനുള്ളൂ. സമാധാനത്തിൻ്റെ കഥകൾ പറയാനില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ തുടർന്ന് വരികയാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഇവിടെ പള്ളിയിൽ മറ്റേ ഇന്നലെ നബിദിനമായിരുന്നു. അവിടെ കൊടുത്തത് സ്നേഹത്തിൻ്റെ സന്ദേശമാണോ തല്ലിൻ്റെ സന്ദേശമാണോ സംഘർഷത്തിൻ്റെ സന്ദേശമാണോ? മൗലീദ്, എന്താ മൗലീദ് എന്നറിയില്ല, നടക്കുന്ന പള്ളിയിൽ ലാത്തി ചാർജ്. പോലീസുകാർ നല്ല അടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് രസം എന്താണെന്ന് വെച്ചാൽ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ 10 പേരുണ്ടാവുള്ളൂ. അപ്പുറത്തുള്ള 100 പേരെയാവും അവർ ലാത്തി ചാർജ് ചെയ്യാൻ പോകുന്നത്. ആയതുകൊണ്ട് അവർ മാക്സിമം ശക്തി ഉപയോഗിച്ചിട്ട് അടിക്കും. പക്ഷേ ഇതെന്തായാലും മറ്റേ ഒരു മതത്തിൻ്റെ സ്ഥാപനമാണ്, അതിൻ്റെ ആൾക്കാരായതുകൊണ്ട് അവർ വളരെ സംയമനത്തോടെ തലയിലും കഴുത്തിലും ഒന്നും അടിച്ചില്ല, വാരിയിലൊന്നും അടിച്ചു തീർത്തില്ല. ആ മുണ്ട് പൊക്കിയിട്ട് ചന്തീമയും പിന്നെ മറ്റോടത്ത് അവിടെ നല്ല അടി വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല പെട വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊച്ചു പിള്ളേരല്ലേ ഈ പറയുന്നത്, ഒക്കെയും പ്രായം ചെന്ന പിള്ളേർക്ക്, ജെൻസി പിള്ളേർക്ക് ഇപ്പോൾ പിടിക്കാൻ പള്ളിയിലൊന്നും പോകാറൊന്നുമില്ല. ഒക്കെയും തലയെ കെട്ടുകാർ അവിടെ പോയിട്ട് അടി കൊടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിട്ട് കയറിയോ ചെരുപ്പിടാണ്ട് കയറിയോ അവർ അവർ ഫുൾ ഡ്രസ്സിലാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആളുകൾ തിരിച്ചടിച്ചാലോ. ആയതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ബലം പ്രയോഗിക്കാൻ അത് എത്രയെന്ന് വെച്ചാൽ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, പോയിട്ട് 50 പോലീസുകാർ പോയിട്ടുണ്ട്, 100 പോലീസുകാർ തയ്യാറായിട്ട് നിന്നോളാൻ. തിരിച്ച് അവർ ഒഫൻഡ് ചെയ്യാൻ നോക്കിയാൽ തിരിച്ചുകൊണ്ട് അങ്ങോട്ട് പൂശണ്ടേ, അപ്പോൾ അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇന്നലെ വടകര മാടാക്കര അവിടെ നബിദിനത്തിൻ്റെ തലേ ദിവസം, അതായത് ഇന്നലെ പള്ളിയിൽ മൗലീദ് നടക്കുന്നതിനിടയിൽ ഉസ്താദിനെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറിയ സംഘർഷം. ഉസ്താദുമാരെ പലയിടത്തും തന്നെയാണ് സ്ഥിതി. അയാളെ മാറ്റുന്ന ഒരു കൂട്ടർ ആൾക്കാർ പറയും, വേറെ കൂട്ടർ ആൾക്കാർ വേണ്ടാന്ന്. അതിനകത്ത് രാഷ്ട്രീയമുണ്ടേ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പാണക്കാട് അടക്കം ചർച്ച ചെയ്യുന്നത് ഈ മറ്റേ ഇവർ പറയുന്ന പരിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ചല്ല ചർച്ച. അവിടെയും ചർച്ച ഇതിൻ്റെ നിലനിൽപ്പ്, ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് ലീഗിൻ്റെ അല്ല, ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ഇന്ത്യയിൽ, അതാണ് ചർച്ച. അതാണ് ഇപ്പോൾ ചർച്ച വയ്ക്കുന്നത്. നമ്മളുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതൊരു കോൺക്ലേവ് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ചർച്ച വെച്ച സമയത്ത് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ചർച്ചയിലാണ് ഉമർ ഫൈസി മുക്കം അദ്ദേഹം അവിടെ സംസാരിച്ചത്. ഇപ്പോൾ ഉമർ ഫൈസി മുക്കം ഉമറായി മാറി, പ്രശ്നക്കാരനാണ്. പണ്ട് മക്കത്തെ ഉമറായിരുന്നു പ്രശ്നക്കാരൻ. അദ്ദേഹത്തെ പിന്നെ നബി തിരുമേനിയെ അടക്കി സിംഹം പോലെയുള്ളതിനെ പൂച്ചക്കുട്ടിയാക്കി മാറ്റി. അത് അദ്ദേഹത്തിൻ്റെ കഴിവ്. ഇന്നിപ്പോൾ അതുപോലെ ഈ പിള്ളേർ കളികൾ പാണക്കാടേക്ക് ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ മക്കത്തെ ഉമറിനെ അടക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ പ്രവാചകനുണ്ടായിരുന്നു. ഇതേത് പ്രവാചകൻ? ഇന്നത്തെ പ്രവാചകനെ ഇന്നലെ കണ്ടില്ലേ? പൂവിളി പൊന്നോണമായി എന്നൊക്കെ പറഞ്ഞ് പാടുന്ന എത്ര നാണക്കേടെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഹിന്ദുക്കളോട് പറയാം, ഞങ്ങൾ നിങ്ങൾക്ക് എതിരൊന്നുമല്ല, ആകെ പ്രശ്നമായപ്പോൾ പൂവിളി പൊന്നോണമായി. നാണാവില്ലേ? വല്ല ഹദീസോ ഇതൊക്കെ ഇറ്റ്സ് ഓക്കെ. ഇത് ഇയാൾ പോയിട്ട് പൂവിളി ഒറ്റയ്ക്ക് നിന്നിട്ട്, എനിക്ക് ഇവിടെ വല്ല ടോയ്ലറ്റിൽ നിന്നിട്ടോ ശബ്ദം നന്നാവാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ ഭ്രാന്ത് കാണിക്കുന്നത്? അവിടെ കൊച്ചിക്കാരൻ ആളുണ്ടല്ലോ, താടി മുടി വളർത്തിയിട്ട്, എന്താ പേര് ഓ യേശുദാസ്. ഒരു സ്വിച്ച് അമർത്തി ആ പാട്ട് വരില്ലേ നല്ല ശബ്ദത്തിൽ. അത് പോട്ടെ. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറയാമെന്ന് വെച്ചാൽ തരം താന്നു പോയി എന്നുള്ളതാണ്. തങ്ങളുടെ നില എന്താണെന്ന് അറിയാതെ തരം താന്നു പോയി. അതിൻ്റെ ഉത്തമോദാഹരണം അതിൻ്റെ പീക്ക്
അതിൻ്റെ കൾമിനേഷനാണ് വാസ്തവത്തിൽ ഇന്നലെ വടകര മാടാക്കരയിൽ നടന്നത്. ആട്ടി നല്ല അടി. ഏതൊരു സത്യവിശ്വാസിയുടെ മനസ്സിൽ വേദന ഉണ്ടാവും, ലജ്ജയും ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുമ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ വലിയ കർത്താവെന്ന് എന്നോട് പറയണ്ട, ഞങ്ങൾ അത്രയും സ്നേഹം ആയതുകൊണ്ടാണ് കേട്ടോ. എന്താ സ്വാമി ഇങ്ങനെ ചെയ്യണേ അത് ചോദിക്കണം. നിങ്ങൾ പോയിട്ട് അവിടെ വടകര മാടാക്കര അതെന്താ സംഭവം, ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചുകൊണ്ട് സ്വാമി ഞാനെൻ്റെ വീട്ടിൽ, അങ്ങനെ ദുബായിലാണ് കേട്ടോ, ദേരയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, ഞങ്ങളിത് കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഭാര്യ അവരെ അങ്ങനെ ഭാര്യ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താധികാരികളുടെ ഫാമിലിയിൽ നിന്ന് വന്നാൽ അവർ തലയിലടിച്ചു എന്ന് പറയുകയാണ്. എനിക്കത് കാണണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഈ സത്യവിശ്വാസികൾ ഇസ്ലാം അനുസന്ധാനം ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും. കാരണം മറ്റുള്ളവർ ചോദിക്കുക ഇതെന്താണോ, പള്ളിയിൽ ഇതെന്താണോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഇതൊക്കെ അവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ചൊല്ലി ഒന്നാമത് ഈ ഭാഷ ആദ്യം മാറ്റണം. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യൻ പള്ളിക്കാരെ നമ്മൾ അംഗീകരിക്കേണ്ടത്. എൻ്റെ ഈ കുട്ടിക്കാലത്ത് അവിടെ സുറിയാനിയിലായിരുന്നു പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. പിന്നെ അവരായിട്ട് തന്നെ ഇത് ഇന്ത്യയുടെ ക്രിസ്ത്യാനികളാണ്, ഇന്ത്യൻ ക്രൈസ്തവ സമൂഹമാണ്, ഇന്ത്യൻ ക്രിസ്ത്യൻസാണ്. ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ, അതായത് കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ, പഞ്ചാബിലാണെങ്കിൽ പഞ്ചാബിയിൽ അവരുടെ ഭാഷയിൽ ഇപ്പം അവിടെ പോയിട്ട് അവർ സുറിയാനി എന്നല്ല അവിടെ ചെല്ലുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മലയാളം ഭാഷയിലാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും അതെ ഇവരെ കുറേ റസൂലുള്ളാഹിൻ്റെ മദ്ഹ്, ദായുടെ മേലെ ചന്ദ്രക്കണ്ടപ്പം മദ്, പിന്നെ ഹായുടെ മേലെ ചന്ദ്രക്കണ്ടപ്പം മദ്ഹ്, എന്തൊക്കെയാണ് അത് വായിക്കാൻ തന്നെ അറിയില്ല. മദഹ് എന്ന് പറയാം. മദഹ് ചൊല്ലി പ്രവാചക സ്നേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച് വിശ്വാസികൾ ഒത്തുകൂടിയിരുന്ന ആ സമയമാണ്. ഒത്തുകൂടിയിരുന്ന ആ ഒരു അപ്പോഴും പറഞ്ഞു പരിശുദ്ധമായ എക്കും പരിശുദ്ധമാണ് അവിടെ. അതിന് പച്ചത്തീട്ടം കണ്ടാലും പരിശുദ്ധമായ പച്ചത്തീട്ടം എന്ന് പറയുന്ന ഒരു വർഗ്ഗമാണ്. ഇപ്പോൾ ഇവർ എല്ലാത്തിനും ഒരു പരിശുദ്ധ ചേർക്കും. നമ്മളിവിടെ കൃഷ്ണനെ കൃഷ്ണനാ വിളിക്കുക. കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ബ്രഹ്മശ്രീ എന്തെങ്കിലും ഒന്നുമല്ല, കൃഷ്ണൻ അവനും വിളിക്കും. ശിവൻ, കൃഷ്ണൻ, വിഷ്ണു, അതിൻ്റെ ഉള്ള വേറെ ഒന്നും ചേർക്കാറില്ല. ചിലർ ഭഗവാനെന്ന് വയ്ക്കും, അത്രമാത്രം. നമ്മളതും വയ്ക്കാറില്ല, അത് മാത്രം. വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും വയ്ക്കും, കള്ളൻ, കൃഷ്ണൻ കള്ളൻ. ഒരു കുഴപ്പമില്ല, കൃഷ്ണൻ കള്ളനായിരുന്നു. കുട്ടിക്കാലത്ത് വെണ്ണ കക്കലായിരുന്നു തൊഴിൽ. പ്രായം കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ ചേര കക്കൽ. അതിൻ്റെ ഉള്ള തത്വശാസ്ത്രം വിട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാർ സംഭവിക്കില്ല. 10-600 പേര് ഗീത കേൾക്കാനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കള്ളകൃഷ്ണൻ്റെ കഥ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചിരിക്കുകയും ചെയ്യുന്നത്. എന്താണ് കാരണം? അങ്ങനെയൊരു പേരുണ്ട്, ചോരനാരായണൻ, വിടനാരായണൻ, ഷഠനാരായണൻ. അതുകൊണ്ടൊന്നും കൃഷ്ണനൊന്നും സംഭവിക്കാൻ പോകില്ല. ഇതെല്ലാത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധം 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 പരിശുദ്ധം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്, ആ ഏത് വെളിച്ചെണ്ണ കമ്പനിയുടെ മുമ്പിൽ കാണാം പരിശുദ്ധമായ വെളിച്ചെണ്ണ. കാരണം അവർക്ക് എൻ്റെ ഡൗട്ടുണ്ട് അതിലെന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് പരിശുദ്ധമായ വെളിച്ചെണ്ണ വരെ പരിശുദ്ധമായ മതം, പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ, അതെപ്പോഴും പറഞ്ഞേക്കാം. അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള വേളയിലാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. അവിടെ ഒരു തർക്കമുണ്ടായി, അത് അടിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ മറ്റേ കുന്നംകുളത്ത് മറ്റേ ഓണത്തല്ല് നടക്കുന്ന 4 ഒച്ചവിട്ട് അടിച്ചു പൊളിക്കുകയാണ് അവിടെ. അല്ലാതെ ഒന്നും തള്ളുമല്ല. പള്ളിയുടെ പവിത്രതയും നബിദിനത്തിൻ്റെ സ്നേഹസന്ദേശവും കാറ്റിൽ പറത്തുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് നൽകുന്നത് തീർത്തും തെറ്റായ സന്ദേശമാണ്. ഇവിടെ എനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ള ഈ സമൂഹം, ഈ പിള്ളേർ സമൂഹം അവിടെ കയറിയിട്ട് പൂശിയാണ് വേണ്ടത്. ഈ രണ്ട് ആൾക്കാർ ഉസ്താദിനെ മാറ്റേണ്ട പറഞ്ഞ 2 കൂട്ടം ആൾക്കാർ, ഏകദേശം ഒരു 100-100 ആൾക്കാർ, 100-150 ആൾക്കാരുണ്ടാവും. അവർ തമ്മിൽ തല്ലുമ്പോൾ പോലീസുകാർ വന്ന് അവരുടെ ചന്തീമ നല്ല പിടവെച്ച് കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരെ തിരിയുന്ന ഈ അടിമാർഗം ഉണ്ടല്ലോ, അവരവിടെയാണ് ചെല്ലേണ്ടത്. ചെന്നിട്ട് അങ്ങോട്ട് തല്ലി പൊളിക്കണം മതിയായോ എന്ന് ചോദിച്ചിട്ട് അതിന് തയ്യാറില്ല. അവരവിടെ എന്ത് ചെയ്താലും ഓക്കെയാണ്. ഇത് സമൂഹത്തിന് ബാധകമാവുന്ന കാര്യമാണത്. ഇവിടെ ഇതിൽ വന്ന് ടി വിയിലേക്കും വന്ന കാര്യമാണത്. അതുകൊണ്ട് ഞാനും ആ ചർച്ചയിൽ പെടുന്നു. എൻ്റെ കൂട്ടത്തിലെ ആൾക്കാർ നിങ്ങൾ സ്വാമി അറിഞ്ഞില്ലേ, ഞാൻ തിരിച്ചു ചോദിക്കൂ, നിങ്ങളുടെ പള്ളിയിലൊക്കെയല്ലേ നടക്കുന്നത്, ഈ ലോകത്തിലാണ് നടക്കുന്നത്. ഞാൻ സിറിയലത്തെ കാര്യമോ അല്ലെങ്കിൽ മറ്റേ ഉഗാണ്ടയിലത്തെ കാര്യമല്ലല്ലോ സംസാരിക്കുന്നത്. സ്വാമിക്ക് എന്തിനാണ് ഇടപെടേണ്ട ആവശ്യമെന്ന്? ഇടപെടും. നിങ്ങൾ വഴി കൂടെ ഒന്നുമില്ലാണ്ട് നടന്നു നോക്കിയാൽ നാട്ടുകാർ മുഴുവൻ പിടിച്ചു തരില്ല. അപ്പോൾ നിങ്ങൾ പറയാം ഞങ്ങൾക്ക് അതായത് പണ്ടൊരു പാണ്ടി ലോറിക്കാരൻ വഴി കൂടെ പോകുമ്പോഴത്തെ കള്ളു കിടന്ന് നടക്കുകയാണ് നാഷണൽ ഹൈവേയിലെ മറ്റേ ഇത് അയാൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ പറയാം നാഷണൽ ഹൈവേ സ്ഥലം പോരാത്രേ. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇയാൾ ആ പാണ്ടി ലോറി വരുമ്പോൾ അതിൻ്റെ നടിയിലങ്ങോട്ട് വന്ന് നിന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വഴി മാറും, ഞങ്ങൾക്ക് പോകണം. ഞാൻ വഴി മാറി. 1947 ആഗസ്റ്റ് എത്രാമത്തെയോ തീയതിയിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാ, ഞാൻ വഴി മാറില്ലടാ. അപ്പോൾ പാണ്ടി ലോറിക്കാരൻ പറഞ്ഞു
ഓക്കെ, നമ്മുടെ നിന്നോ. ഒരു കാര്യം പറഞ്ഞേക്കാം, 1947 ആഗസ്റ്റ് 15 രാത്രി ഞങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ. അതുകൊണ്ട് നിൻ്റെ മേലെ കൂടെ ഞങ്ങൾ വണ്ടി കയറ്റാൻ പോകുന്നത്. അയാൾ ഓടിപ്പോയി, കള്ളുകൂടിയിൽ ഓടിപ്പോയി. അപ്പം ആയതുകൊണ്ടത്തെ ഇത്തരം പൊതുശല്യങ്ങളാണ് ഇവരിവിടെ, പൊതുശല്യങ്ങളാണ്. ഈ ആവശ്യമില്ലാതെ ഓണം വരുന്ന സമയത്ത് ഓണത്തിൻ്റെ ഗുദാമിൽ വിരലിട്ട് മണപ്പിക്കുന്ന കുറേ തെണ്ടി പേപ്പട്ടികൾ വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഓണത്തിന് വരും. അതിനു മുമ്പ് ഞങ്ങൾ ഇറക്കുന്നത് റംസാൻ ആഘോഷിക്കരുത്, വലിയ പെരുന്നാളിന് ഇവർ കൊണ്ടുവന്ന് വീട്ടിൽ കഴിക്കരുത്, വലിയ പെരുന്നാൾ ഡിപ്ലോമാറ്റിക് ആക്കണം, ചെറിയ പെരുന്നാൾ ഡിപ്ലോമാറ്റിക് ആക്കണം, ബലിപ്പെരുന്നാൾ ഡിപ്ലോമാറ്റിക് ആക്കണം, നബി റാലി അനുവദിക്കരുത്. ഇനി നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കും ഭ്രാന്തന്മാരുടെ പോലെ. ഇതല്ലേ ഓണം വരുന്ന സമയത്ത് ഇവർക്ക് എന്താ വേണ്ടത്? ഇവരേക്കും ശരിക്കും ചുവടടിച്ച് പൊളിക്കുകയല്ലേ വേണ്ടത്? ഉത്തരേന്ത്യയിൽ അവൻ്റെ ചുവട് പോയേനെ. ഇവനെന്താ ഓണത്തിൻ്റെ മേലെ ചൊറിയേണ്ട ആവശ്യം ഇരിക്കുന്നു? ഞങ്ങളുടെ ആൾക്കാരോട് പറഞ്ഞ, എടാ നീ നിൻ്റെ ആൾക്കാർ നിൻ്റെ കിടപ്പറയിൽ പോയിട്ട് പറയടാ നിൻ്റെ മകളോട്, നിൻ്റെ കിടപ്പറയിലൊക്കെയാണല്ലോ ഇവരൊക്കെ ഉള്ളത്, അവരോട് പറയടാ, 4 ഭാര്യമാരോട് അവരോട് പറയടാ റംസാൻ ആഘോഷിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗുദാമിൽ പരിശുദ്ധമായ പള്ളിയിൽ പോയിട്ട് പറയടാ അത് ആഘോഷിച്ചത്. പരസ്യമായിട്ട് ഓണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തവണ ഒരുങ്ങി പുറപ്പെട്ടതാണ് ഇവിടെ പലരും. ഇപ്പോൾ റംസാൻ്റെ കാര്യം ഞാൻ തല തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും ആ പെൺകുട്ടികൾ, ഉമ്മച്ചി പെൺകുട്ടികൾ, സുന്ദരികളായിട്ടുള്ള മൊഞ്ചത്തികളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള മനസ്സ് വിടർന്ന ബുദ്ധി വിടർന്ന കുട്ടികൾ മര്യാദയ്ക്ക് നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ രക്ഷപ്പെടുകയാണ്. ഇനി അടുത്ത ഓണം റംസാൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും രംഗത്ത് വരും. ഓർത്തോ ഇതെല്ലാം. അതായത് നിൻ്റെ മതം നിൻ്റെ മതത്തിൻ്റെ കോപ്പിൽ കൊണ്ട് അവിടെ വന്നിട്ട് നീ സംസാരിക്കും. ഒരിക്കലും പരസ്യമായിട്ട് വന്ന് ഹിന്ദു മതത്തെ ചിലപ്പോൾ തൂറിയത് തിന്നുവിടാ പട്ടി, നീ ആരെന്താ ചോദിക്കാൻ? അവർ തൂറിയത് തിന്നുവിടാ, നീ ആരെന്താ ചോദിക്കാൻ? നീ എവിടെ നിന്ന് വന്നവനെന്താ? ഇവിടെ ഈ ഓണം ഹിന്ദുക്കളുടെയാണ്, ഹിന്ദുക്കളും കൂടിയാണ് തുടങ്ങി വെച്ചത്. ഇതിപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കാൻ അവകാശമുണ്ട്. ഓണം എല്ലാവരുടെയും എല്ലാവരും തെളിയിച്ചില്ല, പെൺകുട്ടികൾ തെളിയിച്ചു, ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നുണ്ട്, എല്ലാവരും പൂക്കളിടുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ, പക്ഷേ ഹിന്ദുക്കളാണ് തുടങ്ങി വെച്ചത് മാത്രം. എന്തായാലും ഓണം ഉഗാണ്ടയിലില്ലല്ലോ, ഓണം കൊളംബിയയിലില്ലല്ലോ, ഓണം ന്യൂസിലാൻഡിലില്ലല്ലോ, ഓണം കേരളത്തിലാണുള്ളത്. ആയതുകൊണ്ട് കേരളത്തിൻ്റെ ഓണം. അപ്പോൾ അതിൻ്റെ മേലെ വന്നിട്ട് നിങ്ങൾ ചൊറിയാനും വന്നാൽ ശരിക്കും അങ്ങോട്ട് തല തല്ലി പൊളിക്കുക. അടുത്ത പ്രാവശ്യം അതുണ്ടാവും. പിള്ളേരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടു. അപ്പോൾ ഇത്തവണക്ക് അവർക്ക് നല്ല പ്രചോദനവും കിട്ടിയിട്ടുണ്ട്. തെണ്ടിച്ചമ്മാടുത്തല്ലേ കാണിക്കുന്നത്? ഓണം വരുമ്പോൾ ചൊറിയാൻ തുടങ്ങി, നീ ചൊറിയിടാ, നിൻ്റെ മൂട്ടിൽ ചൊറി, കുറേ വല്ല ചീർപ്പെടുത്തോളം അല്ലെങ്കിൽ കത്തിയെടുത്ത് ചൊറി. ഇനി പത്രത്തെ ചൊറിച്ചിട്ടുണ്ട് ഈ കത്തി, മറ്റേ ഓമനറ്റൊക്കെ തിന്നുന്ന മുള്ളില്ലേ, ആ മുള്ളെടുത്ത് ചൊറിയിടാ. നീ ആ മുള്ളെടുത്ത് അങ്ങോട്ട് ശരിക്കും ചൊറിയിടാ. നിനക്ക് നേരിട്ട് ചൊറിയാൻ പറ്റില്ല, നിൻ്റെ ഭാര്യയോട് പറയും ഒന്ന് ചൊറിഞ്ഞാന്ന് പറഞ്ഞിട്ട് മൂടും കാണിച്ച് നിൽക്കുക. അവിടെ തെണ്ടിത്തരല്ലേ ഇവർ കാണിക്കുന്നു ഓണം വരുന്ന സമയത്ത്. എല്ലാവർക്കും വിഷമം ഉണ്ടാവും. ഞാൻ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാനില്ലാത്ത ആളാണ്. ഞാൻ ഓണത്തിൻ്റെ ആളോ അല്ലെങ്കിൽ വിഷുവിൻ്റെ ആളോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആളോ ഒന്നുമല്ല. പക്ഷേ ഇവർ കാണിക്കുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും വൃത്തികേടല്ലേ ഇവർ കാണിക്കുന്നത്. പോട്ടെ, ഇപ്പം ഇവർ കാണിക്കുന്നത് എന്താണ് നോക്കുക. പള്ളിയുടെ പവിത്രത, നബിദിനത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റിൽ പറത്തിയിരിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. തെറ്റായിട്ട് സന്ദേശമല്ലേ ഇവർ നൽകുന്നത്. പള്ളി തർക്കങ്ങൾ തീർക്കാൻ, പള്ളിയിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്, അത് തർക്കം തീർക്കാനുള്ള സ്ഥലമല്ല. അത് പിന്നെ അവിടെ അവരുടെ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള മഹല്ലോ മറ്റോ ഉണ്ടല്ലോ, അവിടെ പോയിട്ടല്ലേ അത് അവിടെ തീർക്കേണ്ടത്. ഇത് ഹൃദയങ്ങൾ ശാന്തമാക്കാൻ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ലേ, അവിടെ പോയിട്ട് അടിപിടി പൂരം. ഇനി ആ പള്ളിയിൽ കൂടെ ബസ്സുകൾ അങ്ങോട്ട് പോകുമ്പോൾ ആ നാട്ടുകാർ പറയും, അതെ ഈ പള്ളിയിലാട്ടോ അടിയുണ്ടായത്, ഈ പള്ളിയിലാട്ടോ അടിയുണ്ടായത്. ഇതതിന് ആ പള്ളിയിൽ ആ മുദ്ര തീർന്നു പോകുന്നുണ്ടോ? നബിയുടെ വിട്ടുവീഴ്ചയ്ക്കും സ്നേഹവും ക്ഷമയും സാഹോദര്യവും ലോകത്തോട് പറയുന്നവരാണ് നമ്മൾ. യുദ്ധവും കാര്യങ്ങൾ വേണ്ടത്രയുണ്ടായിരുന്നു, ഞാനായിട്ട് ഇനി പറയുന്നില്ല. പ്രവാചക ജന്മദിനം നാടൊട്ടാകെ സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ഈ വേളയിൽ, അതും പള്ളിക്കുള്ളിൽ വെച്ച് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത് എത്ര വലിയ വിരോധാഭാസമാണ്. കാരണം ഇത് പഠിപ്പിക്കുകയാണ് ഇവർ അതായത് അവസാനത്തെ മുസ്ലിം 2 കൈയിലും വാള് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 കൈകളും തമ്മിൽ അടികൂടുന്നുള്ളതാണ് അവർ. അതാണ് സ്ഥിതി. അവർക്കതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. തർക്കങ്ങളില്ലാതെ, സ്പർദ്ധകളില്ലാതെ, എല്ലായിടത്തും സ്ഥിതി ഇതാണല്ലോ. അല്ലാണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അതല്ലേ ഇപ്പോൾ ഇവിടെ കണ്ടത്, ഈ പള്ളിക്കകത്ത് കണ്ടത്. ഒരു ഉസ്താദിനെ ചൊല്ലിയിട്ടുള്ള ഒരു അഭിപ്രായം, അത് അഭിപ്രായ വ്യത്യാസം, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായത്. ഈ ഇത്തരം കാര്യങ്ങൾ ഈ എന്തായാലും പറയാൻ നബി ദിനമാണ് അവിടെ. നബി മരിച്ചതും നബി ജനിച്ചതും ഒരേ ദിവസമാണ് കേട്ടോ. അപ്പോൾ 2 കണക്കിൽ കൂട്ടാം, നബി ചരമദിനം കണക്ക് കൂട്ടാം. ഈ ആഘോഷിക്കുന്ന നബിദിനത്തിൻ്റെ യഥാർത്ഥ സന്ദേശം പ്രവർത്തികളിലൂടെ ആൾക്കാരെ കാണിക്കേണ്ടത്. ഏതായാലും
സ്വയം ഒന്ന് വിചിന്തനം ചെയ്താൽ അത്രയും നല്ലത്. നിങ്ങളുടെ പോക്ക് ശരിയല്ല, നിങ്ങളുടെ പിള്ളേരുടെ പോക്കും ശരിയല്ല. അവർ ചൊറിഞ്ഞും മാന്തിയും, ഇപ്പം എല്ലാവരും പത്രാധിപന്മാരാണല്ലോ, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്, എല്ലാവരുടെ കയ്യിലും മറ്റേ ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാവരും പത്രാധിപന്മാരാണ്. അതിങ്ങനെ ചൊറിഞ്ഞ് ആ ചൊറിച്ചിലാണ് വലിയ ചൊറിച്ചിലായിട്ട് മാറുന്നത്. അത് തുടക്കത്തിലെ ആ മുളന്നുള്ളി കളയണം. ഞാൻ എപ്പോഴും RSSൻ്റെ പല കാര്യങ്ങളിൽ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, RSSൻ്റെ നേതാക്കന്മാർ ഇവിടെ ഗോപാലൻകുട്ടി മാഷുണ്ട്, അതുപോലെ ഇവിടുത്തെ മറ്റേ സേതുവേട്ടനുണ്ട്, ഇവിടെ അത്ര മറ്റേ ഗോപാലകൃഷ്ണനുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും ദഹിക്കില്ല. അതൊന്ന് മുഖത്തു ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയണം ഇതൊന്നും ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്തില്ല എന്ന് പറയണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയോടൊന്നും പറയാനുള്ള ശേഷി എനിക്കില്ല. അതുപോലെ ഇവർ പറയണവരുടെ പിള്ളേരോട് നിങ്ങളുടെ കാര്യത്തെ വിമർശിച്ചോളൂ, പള്ളിയുടെ കാര്യത്തെ വിമർശിച്ചോളൂ, ഹിന്ദുക്കളുടെ കാര്യത്തിലേക്ക് കടക്കരുത്, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ കടക്കരുത്, അങ്ങനെ കടന്നാൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്തരുതെന്ന് പറയണം. അതല്ല, ഇവർ അടിയിൽ കൂടെ ഇങ്ങനെ മുട്ടി കൊടുക്കുകയാണ്. അതാണ് പ്രശ്നം. ഒരു ഉസ്താദിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം എത്ര ലളിതമായിട്ട് മാന്യമായിട്ട് പരിഹരിക്കാവുന്ന വിഷയമാണ്. അല്ലെങ്കിൽ ആ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അയാൾക്കാണ് ഇറങ്ങിപ്പോക്കോടെ, ഞാനായിട്ട് പ്രശ്നം വേണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ചിലപ്പോൾ അതിൻ്റെ പേരിൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ അയാളെ പിടിച്ചു തല്ലും. എന്ത് ന്യായം ഉണ്ടായിരുന്നാലും മഹത്തായിട്ടൊരു സദസ്സ് നടക്കുന്നതിനിടയിൽ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യലും ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പരിപാടി അവസാനിച്ചതിന് ശേഷം അത് പുറത്തുനിന്ന് സംസാരിക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ എന്തായി? ഇവിടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തൊരു കുത്തി കഴിഞ്ഞാൽ മോൻ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും, അല്ലെങ്കിൽ മോള് വന്ന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടും, ദേ അമ്മയെ മർദ്ദിച്ചു, അയാളെ പോയിട്ട് അറസ്റ്റ് ചെയ്യും. ഇതാണ് ഇന്നത്തെ രീതി. പണ്ടങ്ങനെയല്ല, ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ എല്ലാവരും കെട്ടിപ്പൊതിഞ്ഞ് ടൗണിൽ പോകണം, എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്ക് ഇതിങ്ങനെ തിരിക്കട്ടെ എന്ന് പറഞ്ഞ് മോന്തയമ്മ പിടിച്ച് കുത്തും ഫോട്ടോഗ്രാഫർ. എന്നിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ പോകും ചിലപ്പോൾ ഫോട്ടോ, ആ സമയത്ത് കണ്ണടച്ചുണ്ടാവും. പക്ഷേ ഇപ്പോൾ സ്ഥിതി ചെയ്തല്ലോ, നമുക്ക് 10,000 ഫോട്ടോ കിടക്കുന്ന വീട്ടിൽ വെച്ചെടുക്കാമല്ലോ. അപ്പോൾ അത് എന്തൊരു കാര്യം നടത്തിയാലും അതപ്പോൾ പരസ്യമാകും, രഹസ്യമില്ല. ഇത് മനസ്സിലാക്കേണ്ട ഇവിടെ ഇത്രയും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ തല്ലും മടിയും ഇവിടെയുള്ള എല്ലാം നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ, പാവങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ധവിശ്വാസ ജഡിലമായിട്ടല്ല എങ്കിലും ആ വിശ്വാസം അതിൽ ആളിത്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ മുഴുവൻ കാണുന്നവർ മനസ്സിലാക്കണ്ടേ? ആ ബോധമില്ല സമയത്ത്. MDMAയുടെ ആൾക്കാരാണല്ലോ ഇത് അടിച്ചിട്ടാണ് വരവ് അവിടെ. അപ്പോൾ അവന് ബോധമില്ല. ഏതായാലും പള്ളിയുടെ പുറത്ത് വെച്ച് അത് പരിഹരിക്കേണ്ട കാര്യമായിരുന്നു. എന്നാൽ മൗലീദ് നടക്കുന്നതിനിടയിൽ തന്നെ പ്രശ്നമുണ്ടാക്കി, അത് സംഘർഷം, പിന്നെ അടിത്തല്ല്. ഉടനെ പള്ളിയുടെ പവിത്ര കാത്തു സൂക്ഷിക്കാൻ ആരാ വന്നതെന്നറിയോ? പോലീസുകാർ. എങ്ങനെയാണ് വന്നതെന്നറിയോ? ലാത്തിയുമായിട്ടാണ് വന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? ലാത്തിയുമായിട്ട് എന്തിനാണ് വരുന്നത്? ആ വരുന്ന കാര്യം അവിടെ നിർവഹിച്ചു, നല്ല പിടവെച്ച് കൊടുത്തു. ഇപ്പോൾ പറയുന്ന അവർ ചെരുപ്പിടാണ്ട് കയറിയിട്ട് മറ്റൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം നല്ല കെട്ടിപ്പൂട്ടി വെക്കണ്ടേ? അതിൻ്റെ മുണ്ട് മുളച്ചു കുത്തിയിട്ട് അവർക്ക് വരാൻ പറ്റുമോ? ആയതുകൊണ്ട് തന്നെ അവർ തലയിൽ വെറും തൊപ്പി വെച്ച് വരാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവർ ഹെൽമെറ്റൊക്കെ വെച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കാരണം അങ്ങോട്ട് അടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് അടിച്ചാലോ? അപ്പോൾ പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വരെ ഒഫൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അവർ ഷൂസൊക്കെ ഊരി വെച്ച് അവിടെ വന്ന് ഊളുവൊക്കെയും ചെയ്ത് ഇങ്ങനെയൊക്കെയാണോ കയറി വരിക? അവർ വന്ന് തല്ലും, അത്രയേ ഉള്ളൂ. ഓടിക്കയറി വന്ന് പള്ളിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയായിട്ട് പറയാമെന്ന് വെച്ചാൽ രാഷ്ട്രീയം അതിനകത്ത് വന്നാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ വരുന്ന സാധനമുണ്ട്, പണവും മറ്റെന്തിനു പറയും, മറ്റേ കനകവും കാമിനിയും. അതാണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന ഉസ്താദുമാർ, ഈ പറയുന്ന മറ്റേ എന്തായാലും പറയും മറ്റേ സമസ്തയിൽ നടക്കുന്ന എന്താ? മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, മുസ്ലിം ലീഗ്, UDF, LDF, ഇതാണോ അവിടെ നടത്തേണ്ടത്? ഇപ്പോൾ ഉമർ ഫൈസി മുക്കോ അയാളെ പിടിച്ച് പുറത്താക്കണം, അയാളെ തല്ലണം, അങ്ങനെ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അയാൾ ആ രീതിയിൽ ഇപ്പോൾ പണ്ട് അബിത്രിബേരിയുടെ കാലത്തിൽ പ്രശ്നം മറ്റേ മക്കത്തെ ഉമറായിരുന്നു. അങ്ങനെ ഇവിടെ അടക്കാൻ മറ്റേ വലിയ ആൾക്ക് കഴിഞ്ഞു. ഇവിടെ ആരുമില്ല. ഇപ്പോൾ മുക്കത്തെ ഉമറാണ് ഇപ്പോൾ പ്രശ്നം. സമുദായത്തിൻ്റെ മുഴുവൻ കുത്തക എന്ന് രാഷ്ട്രീയം കടന്നോ അന്ന് നശിച്ചു. അതാണ് സ്ഥിതി. പാണക്കാട് തങ്ങൾ എന്തെങ്കിലും തെറിവിളി കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം ആവശ്യമില്ലാതെ അദ്ദേഹത്തിന് 1000 പള്ളികളുടെ മറ്റേ ഞങ്ങളൊക്കെ തന്ത്രി എന്നാണ് പറയുക, അതിൻ്റെ സ്ഥാനമുള്ളൊരു മനുഷ്യനാണ്. അതിൻ്റെ ഇടയിൽ ഗവർണറെ കാണാൻ പോയി 2 പ്രാവശ്യം അവിടെ മുള കണ്ടു. ഗവർണറെ കാണാൻ പോവുക, അത് കഴിഞ്ഞ് അവിടുത്തെ മന്ത്രിമാർ വരിക, മുഖ്യമന്ത്രി വരിക, ഇതൊക്കെയും മറ്റുള്ളവരെ കാണിച്ചാൽ ഇതേ കണ്ടോ വലിയ ആളാവേണ്ടത്. ആന്തരികമായിട്ടുള്ള വലിപ്പത്തിലൂടെയാണ് പാണക്കാട് തങ്ങൾ വലുതാവേണ്ടത്.
അങ്ങനെയാവണേ പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് അടുക്കില്ല, ഒരാളും തെറി പറയില്ല. തെറി പറഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ അവിടെ പോയിട്ട് മാപ്പും പറയും. പക്ഷേ ആ ഒരു തേജസ് അങ്ങോട്ട് അടങ്ങിപ്പോയി, ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവിടെ വരുന്ന സമയത്ത് ഇയാൾ കയ്യും കെട്ടി നിൽക്കേണ്ട ഒരു ഗതികേട്, നമ്മൾ പല ചിത്രങ്ങളിലും കാണുന്നൊരു കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറയേണ്ടതില്ല. നമ്മൾ ഐസ് പോക്കറ്റിലിട്ട പോലെയാണ്. ഐസ് പോക്കറ്റിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്താ വെള്ളം ചോർന്ന് പിന്നെ വടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് അയാളും നിൽക്കുന്നത്. ഇതിനൊക്കെ അത് പിന്നെ അങ്ങനെ രാഷ്ട്രീയക്കാരനാണ്, പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയത്തിൽ ആധ്യാത്മികത വളർത്തിക്കഴിഞ്ഞാൽ ഒന്നിനും ആധ്യാത്മികത വിജയിക്കും രാഷ്ട്രീയത്തെ തള്ളിയിട്ട്, അല്ലെങ്കിൽ ആധ്യാത്മികത തള്ളിയിട്ട് രാഷ്ട്രീയം വിജയിക്കും. രണ്ടും ഒത്തുപോകില്ല എന്നർത്ഥം. അതിനൊരു സമുച്ചയഭാവം ഉണ്ടാവില്ല എന്നർത്ഥം. രണ്ടുപേരും കൂടിച്ചേരില്ല, രാത്രിയും പകലും കൂടിച്ചേരില്ല എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും ഒരിക്കലും ഒരു സമുച്ചയഭാവം ഉണ്ടാവാൻ പോകുന്നില്ല. സമുദായത്തിൻ്റെ മുഴുവൻ കുത്തക ഏറ്റെടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. അവർക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് മുഴുവൻ. അതായത് മുസ്ലിം ലീഗ് അതിൻ്റെ ആൾക്കാരാണല്ലോ. മുസ്ലിം ലീഗാണോ സമസ്തയാണോ വലുത്? രണ്ട് വഴിയാണ് വാസ്തവത്തിൽ. രണ്ട് വഴിയാണ്. ഒന്ന് ആധ്യാത്മികതയുടെ വഴി, അവരതേ നോക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ വഴി അതേ നോക്കാൻ പാടുള്ളൂ. പക്ഷേ അവരിങ്ങോട്ട് നോക്കി, ഇവരങ്ങോട്ട് നോക്കി. അവരിങ്ങോട്ട് എത്തിച്ചു നോക്കി, അവരങ്ങോട്ട് എത്തിച്ചു നോക്കി. എന്തായി? ഇപ്പം എന്തായി സ്ഥിതി? ഞാനോ നീയോ, സമസ്തയാണോ ലീഗാണോ വലുത്? അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പള്ളിയുടെ മഹത്വവും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ മുഴുവൻ കുത്തക ഏറ്റെടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മുഴുവൻ മഹല്ലുകളുടെയും ഖാളിയാവാൻ പരിശ്രമിക്കുന്ന മഹാനോടും അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മഹല്ലുകളിലെ പ്രാദേശിക നേതൃത്വങ്ങളോടും ഇതൊരു ലേഖനമാണത്രോ. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അവരോട് ഒന്നേ പറയാനുള്ളൂ, സമുദായത്തെ നയിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രവർത്തകരെ പള്ളിയുടെ മഹത്വം പഠിപ്പിക്കുക. എന്തിനാണ് പള്ളി അത് പഠിപ്പിക്കുക? പടച്ചവൻ അത്രയധികം മഹത്വം നൽകിയ പള്ളികളിൽ ഷൂ പോലും അഴിക്കാതെ പോലീസ് കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിനുണ്ടാക്കിയ സാഹചര്യം ഉണ്ടാക്കാൻ കാരണം ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ? വെറുതെ പോലീസുകാർ വന്ന് കയറുമോ? ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് പോലീസുകാർ വന്ന് കയറി. കാരണം എന്താണ്? ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ തെറി പറഞ്ഞു, മന്ത്രിയെ തെറി പറഞ്ഞു എന്നുള്ള കാരണം വെറുതെ വന്ന് കയറി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഇവിടെ എന്ന് ചോദിക്കില്ലേ? ആരാണെങ്കിലും ചോദിക്കില്ലേ? അവർ വരില്ല. അപ്പോൾ തൊപ്പിക്ക് അഴിച്ചു വെച്ച് എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഇപ്പോൾ SHO ഷാജഹാൻ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും വീട് വയ്ക്കുന്നു, അതിന് നമുക്ക് സ്വാമിയെ ക്ഷണിക്കണം. ഇവിടെ വരുമ്പോൾ തൊപ്പിയും കിരീടം വെച്ചിട്ടാണ് വരിക. അപ്പം മുണ്ടും അല്ലെങ്കിൽ പാൻറ്റും ഇട്ടിട്ട് വരിക. സ്വാമി നമസ്കാരം, എൻ്റെ ഒരു പുതിയ വീട്ടിൽ സ്വാമി വരണട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ തന്നെയാണ് വരിക? അവർ ഓടിക്കയറി വരും, വാതിലുമ്പോൾ പെടപെടന്ന് അടിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കുറ്റവും പറയാനൊന്നുമില്ല. ആ സംഭവങ്ങൾ മുഴുവൻ അവിടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്ത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഷൂ പോലും അഴിക്കാതെ പോലീസിനെ കയറ്റിയതാണ് അവിടെയുള്ള ആൾക്കാർ. നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തം പ്രവർത്തകരോട് പള്ളിയുടെ മഹത്വം സ്വന്തമായിട്ട് അറിയണം, അത് മറ്റവരോട് പറഞ്ഞു കൊടുക്കണം. അധികാരവും സ്വാധീനവും ആരുടെ കയ്യിൽ സ്ഥിരമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല, അത് വരും പോകും. പള്ളിയുടെ പവിത്രതയും വിശ്വാസികളുടെ മനസ്സിലെ സമാധാനവുമാണ് ഏറ്റവും വലുത്. അതാണ് സൃഷ്ടിക്കേണ്ടത്. അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളികൾ പണിതിട്ടുള്ളത്. പള്ളിയുടെ മഹത്വവും നബിയുടെ സ്നേഹവും പ്രവാചകൻ്റെ സ്നേഹവും വിട്ടുവീഴ്ചയും സാഹോദര്യവും ഓർക്കേണ്ടുന്ന വിശുദ്ധ ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ ഒമാനിൽ 600 അതോ 900 എന്നറിയില്ല, ജയിലിനകത്ത് കഴിയുന്ന ക്രിമിനലുകളെ അവിടെ മാപ്പ് നൽകി വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സമയമാണത്. സ്നേഹം പകരേണ്ടുന്ന, വിട്ടുവീഴ്ച പകരേണ്ടുന്ന, സാഹോദര്യം പകരേണ്ടുന്ന വിശുദ്ധ ദിവസങ്ങളാണത്. ഇത്തരം നെറികേടുകൾക്ക് ഇത്തരം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടാൻ അതിനാരാ ഉത്തരവാദി? സമൂഹത്തിന് ആരെങ്കിലും ഉത്തരവാദിയാണോ? നിരീശ്വരവാദികൾ ഉത്തരവാദികളാണോ? ഇവർക്കെതിരെ നിൽക്കുന്നു എന്ന് ഇവർ പറയുന്ന ആൾക്കാർ ഉത്തരവാദികളാണോ? ഹിന്ദുക്കൾ ഉത്തരവാദികളാണോ? അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഉത്തരവാദികളാണോ? ക്രിസ്ത്യാനികൾ ഉത്തരവാദികളാണോ? ഇവർ തന്നെ ഉത്തരവാദികൾ. തമ്മിൽ നിന്ന് അടിച്ചു ഒറ്റ ഖുറാനേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൂ, ഒറ്റ പ്രവാചകനേ ഉള്ളൂ, ഒറ്റ അള്ളാഹു സങ്കല്പം മാത്രമേ ഇവർക്കുള്ളൂ. പിന്നെ എന്തിൻ്റെ പേരിൽ അവർ കടിപിടി കൊടുന്നത്? അള്ളാഹുവിൻ്റെ പേരിലല്ല, പ്രവാചകൻ്റെ പേരിലല്ല, വിശുദ്ധ ഖുറാൻ്റെ പേരിലല്ല. പിന്നെ എന്തിൻ്റെ പേരില്ല? കനകം മൂലം കാമിനി മൂലം. അതന്നെ പണം. മതമല്ല, പണവും പെണ്ണും. ഇതിൻ്റെ പേരിലല്ലേ ഇപ്പോൾ അടി കൂടുന്നത്? അവരവരുടെ ഗ്രേസ് ഉയർത്താൻ, പള്ളിയുടെ ഗ്രേസ് ഉയർത്താനല്ല, അവരവരുടെ ഗ്രേസ് ഉയർത്താൻ, അവരുടെ ശക്തി ഉയർത്താൻ വേണ്ടി. അതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അങ്ങനെ ഒരുത്തം വരുമ്പോൾ പോടാ ഞാനണ്ടാ പാറായി, നീയല്ലടാ പാറായി, അതന്നെ അടിയുടെ മറ്റേ ഇതിൻ്റെ കാതൽ ഘടകം അതാണ്. പള്ളിയുടെ മഹത്വവും നബിയുടെ സ്നേഹവും വിട്ടുവെച്ചും സാഹചര്യമൊക്കെ ഓർക്കണം, പഠിപ്പിക്കണം. അതിന് പറ്റുന്ന ചില ദിവസങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. എങ്കിലും നബി ജനിച്ച ദിവസം
പ്രവാചകൻ ജനിച്ച ദിവസം നബിദിനത്തുന്ന ഇത്തരം നെറികേടുകൾ, ഇത്തരം വൃത്തികേടുകൾ അതിന് ഉത്തരവാദി വേറെ ആരുമല്ല, ഈ സമൂഹം തന്നെയാണ്. വ്യക്തികളോടുള്ള വിരോധമല്ല ഇവിടെ വിഷയം. പള്ളിയുടെ പവിത്രത സംരക്ഷിക്കപ്പെടണം. നബിദിനത്തിൻ്റെ സ്നേഹ സന്ദേശം അധിക്ഷേപിക്കപ്പെടരുത്. മഹല്ലുകളുടെ സമാനം തകർക്കപ്പെടരുത്. ഇതാണ് ആവശ്യം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, നേതൃത്വത്തോട് എതിർപ്പുകളുണ്ടാകാം, ഉസ്താദുമാരെ കുറിച്ച് പരാതികളുണ്ടാകാം. പക്ഷെ അതൊന്നും പള്ളിയുടെ പവിത്രത ലംഘിക്കുന്നതിലേക്ക്, സംഘർഷത്തിലേക്ക്, തല്ലിലേക്ക്, എന്നിട്ട് നിയമത്തിൻ്റെ മുമ്പിലേക്ക് പോലീസുകാരെന്ന് തല്ലുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്ക് ഇനിയെങ്കിലും നമുക്ക് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നബിയെ സ്നേഹിക്കുന്ന സമൂഹം നബിയുടെ പേരിൽ നടക്കുന്ന വേദികളിൽ നബിയുടെ സ്വഭാവം തന്നെ, പ്രവാചകൻ്റെ സ്വഭാവം തന്നെ കാണിക്കേണ്ടതുണ്ട്. സമാധാനത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പാതയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സമൂഹം ശക്തമായിട്ട് ചോദ്യം ചെയ്യണം. പള്ളികളുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഒരുമിച്ച് നിലകൊള്ളുകയും ചെയ്യണം. ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, നല്ല തല്ലി ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞ് തോറ്റിട്ടുള്ള കാര്യമാണ്. അമ്പലങ്ങളിലെ ഏറ്റവും വലിയ ഇപ്പോൾ അയോധ്യയിൽ വരെ കൊള്ളയടിച്ച സംഭവം ഉണ്ടായല്ലോ. ഇവിടെയും വേണ്ടത്ര നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൂജാരി ഒരു കുഴപ്പമുണ്ടായിട്ട് അത് നമ്മൾ ഡീറ്റെയിൽ എവിടെയാണെന്ന് അറിയില്ല, അവിടെയുണ്ട്. അമ്പലമാണ്, പുറത്തു വന്നിട്ട് അടി കൂടിക്കോ, കള്ള് ഷാപ്പിൽ അടി കൂടി കഴിഞ്ഞാൽ വലിയ പ്രശ്നക്കാരുണ്ടോ? അമ്പലത്തിനകത്താ പ്രശ്നം. ഏതായാലും നബിദിനത്തിൻ്റെ സന്ദേശം സ്നേഹമാണ്, സമാധാനമാണ്, അത് സംഘർഷമല്ല. അതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലത്. എന്തായാലും ഇതിൻ്റെ സങ്കടം ആർക്കാണെന്നറിയോ? ഈ അടി കൂടുന്നവർക്കല്ല, ആ സമൂഹത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ അവർ കരയുകയാണ്. നമസ്കാരം.